ആശാപ്രവർത്തകരുടെ 265 ദിവസം നീണ്ടുനിന്ന രാപ്പകൽ സമരം അവസാനിച്ചിരിക്കുന്നു. ഇതിൽ തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ വിലയിരുത്താം? കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ നിരവധിയായ സംഭാവനകൾ ചെയ്ത ആശാപ്രവർത്തകരുടെ സമരത്തിനെ സർക്കാർ എങ്ങനെയാണ് നേരിട്ടതെന്ന് നമുക്ക് കൃത്യമായി അറിയാൻ സാധിക്കും. കോവിഡ് കാലത്തുൾപ്പെടെ കേരളത്തിലെ ജനങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത പാടുപെട്ട സാഹചര്യത്തിൽ ആ കോവിഡ് ബാധിതരായ ആളുകൾക്ക് ഭക്ഷണം എത്തിക്കാനും അല്ലെങ്കിൽ അവർക്ക് വേണ്ട ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി നൽകാനും മുന്നിൽ നിന്ന ആളുകളാണ് കേരളത്തിലെ ആശാപ്രവർത്തകർ. അക്കാര്യത്തിൽ തർക്കമില്ലാത്ത വിഷയമാണ്. തുച്ഛമായ ശമ്പളം വാങ്ങി അല്ലെങ്കിൽ തുച്ഛമായ ഓണറേറിയത്തിൽ ജോലി ചെയ്യുന്ന ആശാപ്രവർത്തകർക്ക് മാന്യമായ ശമ്പളവും മാന്യമായ വേതനം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് തിരുവനന്തപുരത്ത് 265 ദിവസം രാവും പകലുമില്ലാതെ ഈ ആശാപ്രവർത്തകർ സമരം ചെയ്തത്. നമുക്കറിയാം, ഒരു ടാർപോളിൻ വലിച്ചു കെട്ടി അവിടെ ആശാപ്രവർത്തകന്മാർ, ആ സ്ത്രീകളായ സഹോദരിമാർ രാവും പകലുമില്ലാതെ മഴയും വെയിലുമേറ്റ് സമരം ചെയ്തപ്പോൾ ഈ സമരത്തിനെ പുച്ഛിച്ച് തള്ളുന്ന സാഹചര്യമായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. കേരളത്തിൽ ഒരുപാട് സമരങ്ങളുടെ കഥ പറയുന്ന SFIക്കാരനും DYFIക്കാരനും അടക്കമുള്ള സംസ്ഥാന സർക്കാരിന് നേതൃത്വം നൽകിയ CPMന്റെ വർഗ ബഹുജന സംഘടനകളിലെ ആളുകൾ ഈ സമരം നടത്തുന്ന സ്ത്രീകളെ സാമൂഹ്യ മാധ്യമങ്ങളിലും ചാനൽ ചർച്ചകളിലും വന്ന് അപമാനിക്കുന്നത് കേരളം കണ്ടതാണ്. നിരവധിയായ സമരം, അവരുടെ സമരത്തിന് എല്ലാ തരത്തിലും സമരം അടിച്ചമർത്താൻ അല്ലെങ്കിൽ സമരം പരാജയപ്പെടുത്താൻ സർക്കാർ ശ്രമിച്ചു. സമരപ്പന്തലിൽ കിട്ടിയ ടാർപോളിൻ എടുത്തുകൊണ്ടുപോവുക, സമരപ്പന്തലിൽ ഉപയോഗിച്ച മൈക്ക് സെറ്റ് എടുത്തുകൊണ്ടുപോവുക, ഏറ്റവും അവസാനം അവർ നടത്തിയ മാർച്ചിന് നേരെ അതിക്രൂരമായ അതിക്രമം അഴിച്ചുവിട്ട് ഈ വനിതകളെന്ന ഒരു പ്രാധാന്യം പോലും നൽകാതെ, ഒരു പരിഗണന നൽകാതെ അവർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിക്കുകയും ഈ വനിതാ പ്രവർത്തകരെ പോലീസ് വാഹനം ഇടിച്ച് കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്ത പോലീസിന്റെ നെറികെട്ട നീക്കം നമ്മൾ കണ്ടതാണ്. ഗത്യന്തരമില്ലാതെ ഈ സമരത്തിന്റെ ഭാഗമായി തന്നെ ആശാപ്രവർത്തകന്മാർക്ക് ഓണറേറിയം 1000 രൂപ വർദ്ധിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ നിർബന്ധിതരായതും നമ്മൾ കണ്ടു. എന്തായാലും ഇവർക്ക് 1000 രൂപ വർദ്ധിപ്പിക്കാൻ നിർബന്ധിതരായത് സംസ്ഥാനത്ത് ഈ ആശാപ്രവർത്തകർ നടത്തിയ 265 ദിവസം നീണ്ടുന്ന രാപ്പകൽ സമരത്തിന്റെ ഭാഗമായി ആണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പക്ഷേ നമ്മൾ ഇവിടെ കാണേണ്ടത്, ഒരു ഭാഗത്ത് ആശമാർ സമരം നടത്തുമ്പോൾ മറുഭാഗത്ത് ഈ സമരത്തെ തകർക്കാൻ അവരുടെ കൂട്ടത്തിലുള്ള ആളുകൾ, അതായത് CITU മെമ്പർഷിപ്പ് എടുത്ത CPM അനുകൂലികളായ ആശാപ്രവർത്തകന്മാർ ഈ സമരത്തെ പരാജയപ്പെടുത്താൻ നീക്കം നടത്തിയ നമ്മൾ കണ്ടു. പക്ഷേ ഇവർ രാവ് പകലാക്കി ഈ കേരളത്തിൽ 26,000-ഓളം വരുന്ന സഹോദരിമാർ രാവ് പകലാക്കി നടത്തിയ സമരത്തിന്റെ പരിണിത ഫലമായി 1000 രൂപ വർദ്ധിപ്പിച്ചപ്പോൾ അതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ നടക്കുകയാണ് ഈ CITU-കാരികൾ. ഇതോടൊപ്പം തന്നെ ഈ സമരം അവർ തിരുവനന്തപുരത്ത് മാത്രമേ അവസാനിപ്പിച്ചിട്ടുള്ളൂ. സെക്രട്ടേറിയറ്റ് മുന്നിൽ നിന്ന് നടത്തിയ രാപ്പകൽ സമരത്തിന് മാത്രമാണ് വിരാമം കുറിച്ചിരിക്കുന്നത്. ജില്ലാ ആസ്ഥാനങ്ങളിൽ പ്രൗഢോജ്വലമായ സമരത്തിന് ആശാപ്രവർത്തകർ നേതൃത്വം നൽകാൻ പോവുകയാണ്. ജില്ലാ ആസ്ഥാനത്ത് തങ്ങളുടെ അവകാശങ്ങൾ ലഭിക്കുന്നതുവരെ, അവകാശങ്ങൾ നേടിയെടുത്ത അവകാശങ്ങൾ സംരക്ഷിക്കുന്നതുവരെ ശക്തമായ സമരവുമായി മുന്നോട്ട് പോകാനാണ് ആശാപ്രവർത്തകരുടെ തീരുമാനം. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിൻബലമില്ലാതെ, ഒരു തൊഴിലാളി സംഘടനയുടെ പിന്തുണയില്ലാതെ ഇവർ നടത്തിയ സമരത്തെ സംസ്ഥാന സർക്കാർ ആദ്യം മുഖവിലേക്ക് എടുത്തിരുന്നില്ല. പിന്നീട് ഗത്യന്തരമില്ലാതെ ഈ സമരസമിതി നേതാക്കന്മാരെ ചർച്ചയ്ക്ക് വിളിക്കാൻ സർക്കാർ നിർബന്ധിതരായി. ഒടുവിൽ ഈ ആശാ വർക്കർമാരെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണയില്ലെന്ന് മനസ്സിലാക്കി, തൊഴിലാളി സംഘടനയുടെ പിന്തുണയില്ലെന്ന് മനസ്സിലാക്കി ഇവരെ മർദ്ദിച്ചൊതുക്കാൻ അല്ലെങ്കിൽ ഇവരെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം നടത്തിയപ്പോഴാണ് കേരളത്തിലെ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനമായ കോൺഗ്രസ് ഉൾപ്പെടെ ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നത്. എന്തായാലും ജില്ലാ കേന്ദ്രങ്ങളിൽ ഉജ്ജ്വലമായ സമരത്തിന്റെ പുതിയ ഏട് എഴുതി ചേർക്കാൻ പോവുകയാണ് ഈ ആശാവർക്കർമാർ. ആശാവർക്കർമാരുടെ നേതൃത്വത്തിൽ കേരളത്തിന്റെ ആരോഗ്യ മേഖലയിലെ താഴെത്തട്ടിലേക്ക് ആരോഗ്യ സംവിധാനം വികസിച്ചു എന്ന് സർക്കാർ പറയുമ്പോൾ അതിന് കൃത്യമായ പങ്കുവഹിച്ച സ്തുത്യർഹമായ സേവനം നടത്തിയ ഈ ആശാവർക്കർമാരെ തഴഞ്ഞ് ഈ സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. പക്ഷേ സർക്കാരിന്റെ അകത്തെ ഈഗോ ഇവർക്ക് അർഹമായ ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെടുന്നു. കോവിഡ് മഹാമാരി കാലഘട്ടത്തിൽ പോലും കൃത്യമായി ജോലി ചെയ്ത ആളുകൾ മരണത്തെ ഭയന്ന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ തയ്യാറാകാത്ത സാഹചര്യത്തിൽ സ്വന്തം ജീവൻ പണയം വെച്ച കോവിഡ് രോഗികളെ പരിചരിക്കാൻ, അവർക്ക് ആശ്വാസത്തിന്റെ കൈത്താങ്ങാകാൻ പോരാട്ടം നടത്തിയ ആളുകളാണ് ഈ ആശാവർക്കർമാർ. അതുമാത്രമല്ല, 10ഓളം ആശാപ്രവർത്തകരാണ് കോവിഡ് ബാധിതരായി മരണത്തിന് കീഴടങ്ങിയത്. അവർ മരണത്തിന് കീഴടങ്ങിയത് പോലും മറ്റുള്ളവർക്ക് വേണ്ടി തങ്ങളുടെ
ജീവനും ജീവിതവും ഹോമിച്ചതാണെന്ന് നമുക്ക് പറയാൻ കഴിയും. ഇത്തരമൊരു സാഹചര്യത്തിലാണ് തുച്ഛമായ വേതനം വാങ്ങുന്ന ആശമാരെ തള്ളിപ്പറയാൻ, അവരെ പൊതുസമൂഹത്തിന് മുന്നിൽ അപമാനിക്കാൻ, അവർക്കെതിരെ ഇല്ലാ കഥകൾ പാടാൻ ഈ സംസ്ഥാനം ഭരിക്കുന്ന CPM-ഉം CPM-ന്റെ വർഗ ബഹുജന സംഘടനകളും തയ്യാറായത്. കോൺഗ്രസ് പോലെയുള്ള പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇവരെ ചേർത്ത് പിടിച്ചത് കൊണ്ട് മാത്രമാണ് ഈ സമരം ഇത്ര ദിവസം ഇവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞത്. സംസ്ഥാന സർക്കാരിനെ തിരുവനന്തപുരത്തിന്റെ സമരവേദിയിൽ നിന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ വെച്ച് വെല്ലുവിളിക്കാൻ നട്ടെല്ല് കാണിച്ച സ്ത്രീകളാണ്, കേരളത്തിന്റെ ഝാൻസി റാണിമാരാണ് ഈ ആശാപ്രവർത്തകർ എന്ന് പറഞ്ഞാൽ അത് കുറഞ്ഞു പോകും. കാരണം അത്രത്തോളം വലിയ പോരാട്ട വീര്യമാണ് സാധാരണക്കാരായ വീട്ടമ്മമാരായ ആളുകൾ തിരുവനന്തപുരത്ത് സംസ്ഥാന സർക്കാരിനെ മുൾമുലയിൽ നിർത്തിയത്. മുഖ്യമന്ത്രി പിണറായി വിജയന് ഇവരുടെ മുന്നിൽ മുട്ടുമടക്കേണ്ടി വന്നു എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷേ മുഖ്യമന്ത്രിയുടെ ഈഗോ കാരണം അദ്ദേഹം അത് സമ്മതിക്കില്ല. പക്ഷേ ആശാപ്രവർത്തകരുടെ ത്യാഗോജ്വലമായ സമരത്തിന്റെ ഭാഗമായിട്ടാണ് 1000 രൂപ വർദ്ധിപ്പിച്ചത്. ഇനി ജില്ലാ കേന്ദ്രങ്ങളിലേക്ക് ഇവർ സമരവുമായി എത്തുകയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഇവരുടെ സമരം സർക്കാരിന് വലിയ തിരിച്ചടിയാകും. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ സമരം ഒത്തുതീർപ്പാക്കുന്നതിന് വേണ്ടിയാണ് 1000 രൂപ വർദ്ധിപ്പിച്ച് നൽകിയത്. പക്ഷേ അവർ അതിൽ തൃപ്തരല്ല. കൃത്യമായി ജോലി ചെയ്യുമ്പോൾ മാന്യമായ വേതനം നൽകണമെന്നാണ് അവർ പറയുന്നത്. അത്തരം ഒരു സാഹചര്യത്തിൽ ഇവർക്ക് വേതനം വർദ്ധിപ്പിക്കാൻ സാമ്പത്തിക പരാധീനതയ്ക്കിടയിൽ സംസ്ഥാന സർക്കാരിന് പറ്റുന്നില്ല എന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ കൃത്യമായി ബാക്കി എല്ലാ കാര്യങ്ങളിലും സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ എന്ന് പറഞ്ഞ PR വർക്കിലൂടെ മന്ത്രിമാരുടെ ബഹുവർണ്ണ ചിത്രങ്ങൾ അടങ്ങിയ ഫ്ലക്സ് ബോർഡുകൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം സ്ഥാപിക്കാൻ, സാമൂഹ്യ മാധ്യമങ്ങളിൽ മന്ത്രിമാർക്ക് വേണ്ടി പ്രചരണം നടത്താൻ, കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങളിലും പത്രമാധ്യമങ്ങളിലും പരസ്യം നൽകാൻ, ഇതിനൊക്കെ സംസ്ഥാന സർക്കാരിന്റെ കയ്യിൽ പണമുണ്ട്. ദൂരത്തിന്റെ ഒരു ഘോഷയാത്ര നടത്തുന്ന സംസ്ഥാന സർക്കാരിന് പാവപ്പെട്ട സ്ത്രീകളുടെ കണ്ണീരൊപ്പാൻ സമയമില്ല. കേരളത്തിലെ വിപ്ലവ പോരാളികളെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന CPM എന്തുകൊണ്ട് ഈ സമരത്തെ കാണുന്നില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് സമരത്തെ കണ്ടിട്ടും കണ്ടില്ല എന്ന് നടിക്കുന്നു എന്നതിന്റെ മറുപടി സംസ്ഥാന സർക്കാരിനെ കൊണ്ട് CPM-നെ കൊണ്ട് ഈ ആശാപ്രവർത്തകർ പറയിപ്പിക്കും. അക്കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും സമരം ജില്ലാ ആസ്ഥാനങ്ങളിലേക്ക് മാറാൻ പോവുകയാണ്. 14 ജില്ലാ ആസ്ഥാനങ്ങളിലും ശക്തമായ സമരത്തിന്റെ അലയലുകൾ തീർക്കാൻ പോവുകയാണ്. ഈ നിലവിൽ സെക്രട്ടേറിയറ്റിന് മുന്നിലായിരുന്നു സമരമെങ്കിൽ ഇനി ആ കോലവും രൂപവും ഭാവവും എല്ലാം മാറുകയാണ്. ഓരോ ജില്ലാ ആസ്ഥാനത്തും ആശമാരുടെ ത്യാഗോജ്വലമായ പ്രൗഢോജ്വലമായ സമരത്തിന് അവർ തുടക്കം കുറിക്കുകയാണ്. ഈ ആശമാരുടെ സമരത്തെ എന്തുകൊണ്ട് സംസ്ഥാന സർക്കാർ തിരിഞ്ഞു നോക്കുന്നില്ല എന്ന ചോദ്യമാണ് കേരളത്തിലെ ജനങ്ങൾ ഉന്നയിക്കുന്നത്. ഇപ്പോൾ സമരം ചെയ്യുന്ന ആശമാർക്കെതിരെ മുഖം തിരിക്കുന്ന CITU യൂണിയനിൽ മെമ്പർഷിപ്പ് എടുത്ത ആളുകൾ പോലും ഇവർക്ക് രഹസ്യമായി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു, ഇവർക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നു എന്നത് സർക്കാരിന് അറിയാൻ കഴിഞ്ഞിട്ടല്ല. സർക്കാരിന്റെ ഒരു വാശിയാണ്. കാരണം ഇത്തരത്തിൽ ഒരു ആളുടെയും പിന്തുണയും പിൻബലവും ഇല്ലാതെ സമരം ചെയ്യുന്ന ആളുകളെ തിരിഞ്ഞു നോക്കരുത്, അല്ലെങ്കിൽ അവർക്ക് അർഹമായ ആനുകൂല്യങ്ങൾ നൽകരുത്. അത്തരത്തിൽ ഒരു നിലപാടുണ്ടായാൽ സംസ്ഥാന സർക്കാരിന് അത് ദോഷകരമായി ബാധിക്കും, അല്ലെങ്കിൽ തങ്ങളുടെ ഈഗോ അവിടെ വർക്കൗട്ട് ചെയ്യും എന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി ഈ സമരത്തെ തള്ളിപ്പറയുന്നതും ഈ സമരത്തെ ഇല്ലായ്മ ചെയ്യാൻ നോക്കുന്നതും. പക്ഷേ കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഇവരെ ചേർത്ത് പിടിച്ചിരിക്കുന്നു. ഇനി തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റ് നടയിൽ 265 ദിവസത്തെ ഐതിഹാസിക സമരത്തിന് വിരാമം കുറിച്ച ജില്ലാ ആസ്ഥാനത്തേക്ക് ഇവർ സമരവുമായി എത്തുമ്പോൾ അത് കേരളത്തിന്റെ സമര ചരിത്രത്തിൽ ഒരു പുതിയ ഏടായിരിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല.